നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോ പച്ചരി 2 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഞാനിപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇത് അപ്പത്തിൻ്റെ അളവിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതായത് പുട്ടിനാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി തരി ഉണ്ടാവും. അതിനേക്കാളും തരി കുറവായിട്ടാണ് നമ്മൾ അപ്പത്തിന് പൊടിച്ചെടുക്കുന്നത്. ആ ലെവലിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് 1 കിലോ മാവാണിത്. 1 കിലോ മാവിന് 800 ഗ്രാം ശർക്കര വേണ്ടി വരും. കുറച്ചുകൂടി മധുരം വേണം എന്നുള്ളവർക്ക് 1 കിലോ വരെ ശർക്കര ഇടാം. ഞാനിപ്പോൾ 800 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 800 ഗ്രാം ശർക്കര തന്നെ മതിയാവും, അത്രയും മതി. 1 കിലോ മാവിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറയുന്നത്. 100 ഗ്രാം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 1 കിലോ പച്ചരിക്ക് 100 ഗ്രാം ഗോതമ്പ് മാവ്, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, ഒരു 2 ടീസ്പൂൺ നെയ്യ് ആവശ്യമായിട്ട് വരും. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് കൂടി എടുക്കണം. ഇതിപ്പോൾ വറുത്ത മാവൊന്നുമല്ല, പച്ച മാവാണ്, ഡയറക്റ്റായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് ഇത്രയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട്. ഇതിലിപ്പോൾ ഞാൻ തേങ്ങ വറുത്തതോ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ ഇല്ലാതെയാണ് ഞാനിപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച അത്രയും ശർക്കരയിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ കല്ല് കാണും, പിന്നെ ചെറിയ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അതും പോയിട്ട് ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ മാവ് വെന്തു പോവും. അപ്പോൾ ചൂടായിട്ടുള്ള സാധനങ്ങളൊന്നും മാവിലേക്ക് ഒന്നും നമ്മൾ ചേർക്കരുത്. എപ്പോഴായാലും ശരി തന്നെയാണ്, മാവ് വെന്തു പോവും. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മാവ് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം, സോഡാപ്പൊടി ചേർക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിൽ പഴമൊന്നും ചേർക്കുന്നില്ല. സാധാരണ പഴം ചേർത്താലേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും അതിൽ ചെറിയ നൂല് വിട്ട് ഇങ്ങനെ വരും. അപ്പോൾ പ്രത്യേകം കൊണ്ട് തന്നെ ഇല്ലാതായി പോവും. അതിൻ്റെ പേരിൽ നമ്മളെപ്പോഴും പഴം ചേർക്കാൻ ചെയ്യുന്നത് തന്നെയാണ് ടേസ്റ്റ്. എനിക്ക് തോന്നുന്നത് പഴം ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ ഉണ്ണിയപ്പം കിട്ടുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഇതേ അളവിൽ തന്നെ നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് മാവും സോഡാപ്പൊടിയൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. കട്ട കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഉമ്മയും എല്ലാം തയ്യാറാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഇത്. സാധാരണ നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവർക്ക് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് എപ്പോഴും തയ്യാറാക്കി കൊണ്ടുപോകുന്ന ഒന്നാണ് ഇത് ഉണ്ണിയപ്പം. അവരെല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളതും കഴിച്ചതിന് ശേഷവും. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള റെസിപ്പി കൂടിയാണ് ഉണ്ണിയപ്പം. വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിലാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് ശർക്കര നമ്മൾ ഉരുക്കി എടുത്തെങ്കിലും അത്രയും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അത്രയും ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ലെവലിൽ വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കട്ടയില്ലാതെ നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇത്രയും കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇനി എൻ്റെ കയ്യിൽ ഇത്രയും ശർക്കര പാനി കൂടിയാണ് ഉള്ളത്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ എടുത്തു വെച്ചിരുന്ന അത്രയും ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടിയുള്ള മാവൊന്നുമല്ല ഇത്.
ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം ശർക്കരയിലേക്ക് ചേർത്തിട്ടാണ് ശർക്കര ഉരുക്കി ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിയാവരുത്, എന്തായാലും ഇത് നല്ല കട്ടിയായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി ഈ ടൈമിൽ ഞാൻ നമ്മുടെ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മണിക്കൂർ നേരം നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഈ 3 മണിക്കൂർ നേരം കൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് പുളിച്ച് കിട്ടും. 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മളെ മാവെല്ലാം കറക്റ്റായിട്ട് പുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാം. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഓരോ ഉണ്ണിയപ്പക്കുഴിയും നിറയുന്ന രീതിയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഇത് ഫുള്ളും നിറയത്തക്ക രീതിയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും മതി. ഓരോ കുഴിയും ഒരുപാട് നിറയ്ക്കണ്ട, ആ രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ മാവ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് കാര്യമാക്കണ്ട, കാരണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന ടൈമിൽ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി കാണും. ഒരു 3 മിനിറ്റ് സമയം മാത്രം മതി നമുക്കിത് ഒരു സൈഡ് കുക്കാവാനായിട്ട്. ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വെച്ചിട്ട് നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് സമയമൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ കുക്കായിക്കോളും. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 2 സൈഡും ഗോൾഡൻ കളറായത്. നമുക്ക് ഓരോ ഉണ്ണിയപ്പമായിട്ട് നമുക്ക് മാറ്റാം. ഉണ്ണിയപ്പം എല്ലാം ഞാൻ പൊരിച്ച് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ശരി, നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓരോ തവണ ഉണ്ണിയപ്പ കുഴിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴും ഇതുപോലെ ബാക്കിയുള്ള മാവെല്ലാം ആ ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത തവണ മാവ് ഒഴിക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ ഒഴിക്കുന്ന മാവിലേക്ക് എല്ലാ പൊടിയും നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇരുന്നാലും മാക്സിമം കഴിയുന്ന എത്രത്തോളം പൊടിയെല്ലാം നമ്മൾ തട്ടി മാറ്റണം അതിൽ നിന്ന്. ഇനി നമുക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് അത് വെന്ത് വരുമ്പോഴത്തേക്കും ആ ചട്ടിയിൽ നിന്ന് തന്നെ മാറി വരും. നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഉണ്ണിയപ്പം എല്ലാം നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. പലരും പറയുന്ന കാര്യമാണ് എപ്പോൾ ഉണ്ണിയപ്പം വെച്ചാലും നല്ല സോഫ്റ്റായിട്ട് വരുന്നില്ല എന്ന്. പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വിഷുവിന് എല്ലാവരും ഈ ഉണ്ണിയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ കമൻറ്റ്സ് എൻ്റെ അടുത്ത് പറയാൻ ആരും മറക്കരുത്. ഞാനിത് ഏറ്റവും ടേസ്റ്റിയാണ്, സോഫ്റ്റ് ആണെന്ന് പറയുന്നതിനേക്കാളും നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് നിങ്ങൾ പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.